മാം, ഓ, ഞാനൊരു റിലേഷൻഷിപ്പിലാണ്. നമ്മൾ തമ്മിൽ നല്ല വൈബാണ്. പക്ഷെ എൻ്റെ പല ആവശ്യങ്ങളും എൻ്റെ പാർട്ണർ അറിഞ്ഞു കണ്ട് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞിട്ട് വേണം അവർ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഇടയിൽ വഴക്കുണ്ടാവാറുണ്ട്. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവാറുമുണ്ട്. അതെന്താ അങ്ങനെ? നമ്മൾ ഈ ഇഷ്യൂ സയന്റിഫിക്കലി സോൾവ് ചെയ്യാൻ നോക്കിയാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ നോൺ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് ഒരാളുടെ ആവശ്യങ്ങൾ മറ്റൊരാൾ മനസ്സിലാക്കുന്ന വെറും 15% താഴെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 85% നമ്മൾ പറഞ്ഞാലേ നമ്മുടെ പാർട്ട്ണറിന് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യ തന്നെ വേണം. ഓക്കെ, പലപ്പോഴും രണ്ടാൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അവർ പറയും നീ ക്ലിയർ ആക്ക്. ഈ ക്ലിയർ ആക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സി സ്റ്റാൻഡ്സ് ഫോർ ക്ലാരിഫൈങ് യുവർ ഇമോഷൻ. അതായത് ഒരു വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് എന്തുകൊണ്ടാണ് ആ വഴക്കിൽ ഏറ്റവും ഇഷ്ടക്കേടായിട്ട് തോന്നുന്ന കാര്യം. അതായത് നമ്മുടെ ഇമോഷൻ നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. രണ്ടാമത്തെ, ലേബലിംഗ് ദാറ്റ് ഇമോഷൻ. എന്താണ് നമ്മളുടെ ആ ഇമോഷൻ? ദേഷ്യമാണോ, വിഷമാണോ, പരാതിയാണോ? അത് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പ്രസിങ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇന്നലത്തെ വഴക്കിൽ എനിക്ക് ദേഷ്യമാണ് വന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളത് പറഞ്ഞത് കൊണ്ട് ഹേർട്ടാണ് എന്നുള്ള കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ നാലാമത്തത് എ സ്റ്റാൻഡ്സ് ഫോർ ആസ്കിങ് ഫോർ സപ്പോർട്ട്. ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഞാൻ ഫേസ് ചെയ്തത്, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം തൊട്ട് എൻ്റെ അടുത്ത് ചോദിക്കാതെ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസ് തരണം. എന്താണോ നമുക്ക് സപ്പോർട്ട് വേണ്ടത് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ആർ റീഅഷ്യൂറിങ് ദ റിലേഷൻഷിപ്പ്. അതായത് എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞ് റീഅഷ്യൂർ ചെയ്യണം. നമ്മൾ ഈ ക്ലിയർ ഫോർമുല ഫോളോ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാ ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.